അമ്മ അച്ഛന് ഗോതമ്പൂട്ട് കൊടുക്കണല്ലേ? എഞ്ചിനീയറുടെ വീട്ടിൽ നിന്നേ തട്ടി വിട്ടിട്ടായിരിക്കും വന്നിട്ടുള്ളത്. എന്റെ അമ്മ ഒന്ന് പയ്യെ പറ, ഇനിയിപ്പൊ അതും കേട്ടോണ്ട് വന്നാണ്ടല്ലോ ഇവിടെ മൊത്തം ബഹളമായിരിക്കും. ഓ, ഇന്ന് എഞ്ചിനീയറുടെ കുടുംബം മാതൃകയാക്കിയായിരിക്കും ഇവിടത്തെ സംസാരം മൊത്തം. നമ്മളായിട്ടൊന്നും പറയാൻ നിക്കണ്ട അമ്മ, അച്ഛൻ എന്തെങ്കിലും കാണിക്കട്ടെ. ആരെന്നും അമ്മ അച്ഛൻ വന്ന്. അമ്മേ അച്ഛൻ വന്നെന്ന്. അതിന് അല്ല, അച്ഛന് കഴിക്കാൻ ഗോതമ്പൂട്ട് കൊടുക്കണ്ടേ? എന്തെങ്കിലും കൊടുക്കണം. വിശന്ന് വലഞ്ഞായിരിക്കും വന്നിട്ടുള്ളത്. വിശന്നടി വലഞ്ഞിട്ടില്ല. സാമ്പാറിടലി എവിടെ? എവിടെ? അവിടെ. എവിടെ? അവിടെ. എവിടെയാണ്? എഞ്ചിനീയറുടെ വീട്ടിലെ. അതല്ല, ഇവിടെ സാമ്പാർ ഇഡലി ഉണ്ടാക്കലേ പറഞ്ഞത്. ആരുടെ അടുത്ത് പറഞ്ഞു? ഭവാനി അമ്മ കുട്ടമ്മയുടെ അടുത്ത് പറഞ്ഞു. ഓ, ഞാൻ വിചാരിച്ച് ശാരദ അമ്മ മാധവൻ തമ്പി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞായിരിക്കും. അതൊന്നും തുടങ്ങിയത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞിട്ട് എന്ന് തുടങ്ങിയേ. ഇതുവരെ ഇല്ലായിരുന്നല്ലത്. അതാ എനിക്ക് പറ്റിയ അബദ്ധം. പണ്ടോട്ടേ പറയണമായിരുന്നു. അന്ന് ഞാൻ എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരുന്ന്. ഇപ്പോഴല്ലേ ഈ ബുദ്ധി ഉദിച്ചത്. ഇനി പറഞ്ഞോളാം. അധിക പ്രസംഗം. ആ ഇഞ്ചിയുടെ അനിയൻ്റെ ഭാര്യ ഇഞ്ചിയുടെ അമ്മയച്ഛനെ നോക്കണം, കാണണം. സത്യം പറഞ്ഞാൽ കരച്ചില് വന്നു. ആ സ്നേഹം കിട്ടാൻ ഒരു ഭാഗ്യം വേണം. ആരുടെ? എഞ്ചിനീയർ അനിയന്റെ ഭാര്യയുടെ. ഓ, യാതൊരു അനിയൻ്റെ ഭാര്യ. ഒരു വൃത്തിയായിട്ട് സംസാരം തുടങ്ങിയിട്ടുണ്ട്. മുതിർന്നവർക്ക് സംസ്കാര സമ്പന്നത ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അതുണ്ടാവും. അതിന് ഒരു കുടുംബത്തിൽ ഒരെണ്ണം പോരെ, ആ കുടുംബത്തിന്റെ മൊത്തം സംസ്കാരം പോവും. എനിക്കിവിടെ സാമ്പാർ ഇഡലി ഇല്ലേ? ഇവിടെ ഇന്ന് ഗോതമ്പൂട്ടാണ്. ഇഡലി സാമ്പാർ കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞേലടി. വിളിച്ച് പറയുമ്പോ റെഡിയാക്കി ഒക്കെ. ഇത് കാറ്ററിംഗ് സർവീസ് ഒന്നും അല്ല. യാതൊരു ബഹുമാനമില്ല. കാരണം സ്നേഹമില്ല. സ്നേഹം ഉള്ളിടത്തെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? പറ, കേട്ടല്ലേ പറ്റുള്ളൂ. കേട്ടാ ഗുണം ചെയ്യും. എഞ്ചിനീയർ ഇവിടെ അല്ല താമസം. എഞ്ചിനീയറുടെ അമ്മയും അച്ഛനും ഇവിടെ താമസിക്കണേ ഏറ്റുമാനൂര്. അവരുടെ അടുത്ത് ഇവിടെ വന്ന് താമസിക്കാൻ പറയും കുറച്ച് ദിവസത്തേക്ക്. അച്ഛനെയും അമ്മയും എഞ്ചിനീയർ കുറച്ച് ദിവസം കൂടുതൽ നിർത്തത്തുള്ളൂ. അങ്ങനെയല്ല, കുറച്ച് ദിവസത്തേക്കെങ്കിലും വന്നിരിക്കാൻ പറയും. പക്ഷെ അവർ കേൾക്കൂല. ചിലപ്പോ എഞ്ചിനീയറിന്റെ അമ്മയ്ക്കും അച്ഛനും എഞ്ചിനീയറിന്റെ അടുത്ത് വന്നിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അല്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോ എഞ്ചിനീയറുടെ ഭാര്യ എഞ്ചിനീയർ അച്ഛനും അമ്മയും തമ്മിൽ ചേർന്ന് പോകത്തില്ലായിരിക്കും. വളരെ അതൊന്നല്ല. ഓ, എഞ്ചിനീയറുടെ വീട്ടിലെ എഞ്ചിനീയറിന്റെ അച്ഛനും അമ്മയും നിൽക്കുന്നത് എഞ്ചിനീയറിന്റെ അനിയനും ഇഷ്ടമല്ലായിരിക്കും. അതാണോ? ഈ കൊച്ചു എന്തോന്ന് പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ എഞ്ചിനീയറിന്റെ അച്ഛനും അമ്മ, അമ്മ, അച്ഛനും ചേട്ടൻ, ചേച്ചി എന്ന് പറയേണ്ട കാര്യത്തിലേക്ക് വാ. കുറെ നേരം തുടങ്ങിയിട്ട് കേക്കാളെ ക്ഷമയില്ല. കാരണം സ്നേഹമില്ല. അടുത്തോടായി. അതെ, എഞ്ചിനീയറെ കുടുംബ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും 2-3 പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ട്. അതിനെ വിട്ടിട്ട് ഇവിടെ സ്വർഗതുല്യമായ എഞ്ചിനീയറെ വീട്ടിലൊന്നും അവർ വന്ന് നിൽക്കൂല. അവർ കാക്കയുണ്ട്. കാക്കയ്ക്ക് ആഹാരം കൊടുക്കും. അവർ ജന്തുക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. എന്ത് ജന്തു സ്നേഹം എന്നറിയാമോ? അവരെ വീട്ടിലെ പട്ടിയാറ്റി ജനിച്ചെങ്കിൽ മതിയായിരുന്നു. ആ സ്നേഹവും കറക്റ്റ് സമയത്ത് ആഹാരവും ഒക്കെ കിട്ടിപ്പോയാൽ. അതിപ്പോ ഞങ്ങളും പറഞ്ഞില്ല, ഞങ്ങൾക്ക് വേറൊരു പട്ടിയും കൂടി വാങ്ങി തരാനുണ്ട്. ഞങ്ങൾ പൊന്നുപോലെ നോക്കിയാനല്ല. എന്നിട്ടാണ് ഭക്ഷണമില്ലാതെ പട്ടിയെ പോലെ ചാവാൻ. സ്നേഹമില്ലാത്ത കൂട്ടങ്ങൾ. നിങ്ങൾ ഈ പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണ് കിടന്ന് കുരയ്ക്കണത്? വേണ്ട, നടക്കൂല. കയ്യങ്ങൾ നടക്കൂല. കയ്യങ്ങൾ നടക്കൂലെന്നാ? അച്ഛൻ മിണ്ടാണ്ടിരിക്കും. അടങ്ങിക്ക്. നിങ്ങൾ മാറ്. എന്ത് ചെയ്യുന്നു നോക്കട്ടെ. വെല്ലുവിളി. സ്നേഹമില്ല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മടുത്ത് ജീവിക്കാനേ തോന്നുന്നില്ല. നിനക്കാ? എനിക്കിനി ഒരു 10, 40, 50, ഒരു 60 വർഷമെങ്കിലും ഇനി ജീവിക്കണം. 60 വർഷം വരെ ജീവിക്കണം. 110 വയസ്സാവും. എനിക്ക് അത്രയും ജീവിക്കണം. നീ 100-150 വർഷം ജീവി. ഞാൻ പോണം. എവിടെ പോണം? എനിക്ക് മടുത്തടേ. എന്തിനീ ലോകത്ത് ജീവിക്കണത്? അച്ഛൻ മതിയാക്കേട്ടാ. അച്ഛൻ വല്ലയിടത്തും പോയി നിന്നിട്ട് കുറെ നേരം നമ്മളെ താഴ്ത്തിക്കിട്ട് ഓരോന്ന് പറയുന്നത്. അതന്നെ അച്ഛൻ, അത് കുറച്ച് ഓവറാണേ. ഒന്നുമില്ലെങ്കിൽ എപ്പോൾ നോക്കിയാൽ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പുറം നടക്കുന്ന ആളല്ലേ അച്ഛൻ ഞാൻ. എന്നിട്ട് അച്ഛൻ സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ നീയൊക്കെ വളർന്നു വന്നപ്പോഴേ ആള് മാറിപ്പോയടേ. നിനക്കൊക്കെ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട. താണ്ട് ലച്ചു അവള് സദാ സ്വപ്ന ലോകത്താണ്.
ഇതാ ശിവ സദാസമയം കൂട്ടുകാർ. ഞാനാച്ചാ ആ നിനക്ക് ഐസ്ക്രീം അതില്ല. ഐസ്ക്രീം കിട്ടി കഴിഞ്ഞാൽ അച്ഛനും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട. എപ്പോഴും അതെ, ഒരു വിഷയം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് വന്നോളൂ, ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട്. ഇപ്പം ഞാൻ കാരണം നിനക്ക് മനസ്സമാധാനം ഇല്ലാതായില്ലടി. പണ്ട് ഓർമ്മേനടി പാഴൂർ അമ്പലത്തിലെ ബാഗ് പിറകെ വെച്ച് നീ എന്താ പറഞ്ഞത് എൻ്റെ അടുത്ത്? എനിക്കൊന്നും വേണ്ട, നിങ്ങളെ സ്നേഹം മാത്രം മതി എന്നല്ലേ. ഇപ്പം പൈസ മാത്രം മതി അല്ലടി. ബാലു, വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേട്ടോ, എനിക്ക് ദേഷ്യം വരും. അങ്ങനെ എനിക്ക് പൈസ മാത്രം മതിയെങ്കിൽ ഈ ജോലിയും കോലും ഇല്ലാത്ത നിങ്ങളെ തന്നെ ഞാൻ കല്യാണം കഴിക്കണമായിരുന്നാ? എന്തിനാ അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ചത്? സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്, സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അഞ്ച് ജോലിയും കൂലിയെന്ന് നല്ല കുടുംബസ്വന്തം, നല്ല കുടുംബത്തിൽ പറഞ്ഞ കേടി, നല്ല ആസ്തിയുണ്ട്. നിന്റെ കണ്ണതിലായിരുന്നു. എന്റെ വായിന്ന് വല്ലതും വരണ്ടിട്ടോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ നീ എന്ത് ചെയ്യോടി സ്നേഹമില്ലാത്തോളെ? എന്തിയോടി ചുരുട്ടിക്കൂടി അങ്ങനെ വെക്കും ഞാൻ. ആ ചുരുട്ടിക്കുട്ടി വൈകി ഇനി കുറെ നാൾ കൊണ്ട് പറഞ്ഞാലടി ചുരുട്ടിക്കുട്ടി ചുരുട്ടിക്കുട്ടി. അച്ഛാ കുറെ നാളായിട്ട് ഈ കയ്യങ്ങളില്ല നിൽക്കുവായിരുന്നു. അച്ഛൻ എന്തിനാ പിന്നെയും നടക്കുന്നേ? നീ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അച്ഛനെ തടഞ്ഞു കുത്തണടാ. അച്ഛന്റെ മൂഡ് ഒട്ടും ശരിയല്ല. അച്ഛൻ ഒരു കാര്യം അവിടെ വല്ലതും പോയി ഇരിച്ചല്ലേ? അത് തന്നെ ചെല്ലച്ചാ പോ. എവിടെ പോയി? എവിടെ പോയി? ഓച്ചാ സമ്മതിച്ച് ഞങ്ങൾക്ക് അച്ഛൻ്റെ അടുത്ത് സ്നേഹമില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യണം? ഞങ്ങളുടെ അടുത്ത് മിണ്ടാനും വരരുത്. ആര് സ്നേഹിക്കാനാണ്? സ്വഭാവം ഇതല്ലേ. കുട്ടമ്പിള പോലെ. ഇതാണ് ആ മുമ്പ് നീ എന്നെ പിടിച്ചേടില്ലേ? ഇപ്പൊ വരും പിടിച്ചല്ലേ? ആര് പിടിച്ചേടാ നീ? അച്ഛൻ പോച്ച അവിടുന്ന് അച്ഛന്റെ ബാലൻസ് അങ്ങോട്ട് തെറ്റിപ്പോയത്. അച്ഛന്റെ ബാലതാടാ തെറ്റിയത്. പിടിച്ചള്ളിയാടേ. ഒന്ന് പോയട്ടെ അവിടുന്ന്. ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല. കണ്ടാ അച്ഛൻ ചുമ്മാ കഥ കൊണ്ടൊന്ന് പോക്കണ്ട. തള്ളിയെങ്കിൽ തള്ളി. അല്ല പിന്നെ അച്ഛനാണെങ്കിലും വലിയച്ഛനാണെങ്കിലും മാമനാണെങ്കിലും നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ തല്ലുമല്ലേ? അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് തല്ലിക്കല്ലേ? അച്ഛാ എന്തോ ചുമ്മാ നനയേ ഉള്ളൂ. മക്കളെ ചാടി കുതിച്ച് ഓർമ്മ കണ്ടാ? യുവമാർക്ക് എന്താ സ്നേഹമല്ല, വൈരാഗ്യം. അത് ഉണ്ടാക്കിയെടുത്ത നീയാണ്. നീ ഇവിടെ നിന്നാൽ ശരിയാവൂല. ഇവിടെ നിന്നാ എൻ്റെ ജീവൻ അകത്താണ്. ശരിയാകൂല. എന്താന്ന് വെച്ചാ കാണിക്കണത്? ഇങ്ങോട്ട് പോണ്. എന്താണ് അച്ഛാ? സാധാരണ പോകുമ്പോലല്ല. നീയൊക്കെ എല്ലാം കൂടെ മാക്സിമം എന്നെ പിഴിഞ്ഞെടുത്ത് ഊറ്റിയെടുത്ത് ഇനി ഇവിടെ നിന്നാൽ നീയൊക്കെ ഇറച്ചി കൊടുക്കും, തൂക്കി വിൽക്കും എന്നെ. ആര് തള്ളിക്കളഞ്ഞാലും പെറ്റമ്മമാർ തള്ളിക്കളയൂല. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മാ അച്ഛാ പോടാ. എന്താ പോവാതിരിക്കേ? പോവല്ലേന്ന് അയ്യാ പടാ. അമ്മാ അമ്മ അച്ഛൻ ഓ എന്തൊരു മനസ്സമാധാനം. അമ്മ സത്യം എന്തുണ്ടായ എനിക്കറിഞ്ഞൂടാ.